വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഹാപ്പി ഡേ ആണ്. ബിക്കോസ് നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഇത് അരുണിമ വക്കീലെ, വാഹിദ വക്കീലെ, അരുണിമ വക്കീലിൻ്റെ അനിയത്തി. അപ്പം നമ്മൾ റാണിപുരത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അരുണിമ വക്കീലിൻ്റെ വീട് ശ്രീകണ്ഠാപുരം ആൻഡ് വാഹിദ വക്കീലിൻ്റെ വീട് പെരിങ്ങോം. അപ്പോൾ എൻ്റെ വീട് പയ്യന്നൂർ. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് നമുക്ക് റാണിപുരം ഒന്ന് പോയാലോ എന്ന്. അപ്പോൾ രാവിലെ 6:30 6:30 AM ഒരു കാസർഗോഡ് TT ഉണ്ട്, പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതിൽ കയറി നമുക്ക് കാഞ്ഞങ്ങാട് ഇറങ്ങാമെന്ന്. അപ്പം മോർണിംഗ് വൈബാന്ന് പയ്യന്നൂരുണ്ട്. അപ്പം നമ്മൾ KSRTCയിൽ കയറി. അപ്പോൾ അതിൽ തന്നെ അരുണിമ വക്കീലും അനിയത്തിയും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, കാണുന്നില്ലേ? അപ്പം നമ്മൾ അന്നേ വിചാരിച്ചിരുന്നു നമുക്കൊരു ട്രിപ്പ് പോകണമെന്ന്, പക്ഷേ പറ്റിയില്ല. ഇന്നാണ് ആ ഡേ വന്നേ. അപ്പം വാഹിദ വക്കീൽ പയ്യന്നൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു, അരുണിമ വക്കീലും ഞാനും തളിപ്പറമ്പ് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പം നമ്മൾ കാഞ്ഞങ്ങാട് എത്തി, അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് അവിടുന്ന് 8 മണിക്ക്, അതായത് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് 8 മണിക്ക് ഡയറക്റ്റ് റാണിപുരത്തേക്ക് ഒരു KSRTC ബസ്സുണ്ട്, അതിൽ നമ്മൾ കയറി. അപ്പം സീറ്റ് എല്ലാം അവൈലബിളാണ്, അങ്ങനെ റഷൊന്നുമില്ല, ഭയങ്കര ക്വയറ്റ് പീസ്ഫുള്ളായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ നമ്മൾ എത്തിയതിന് ശേഷം റാണിപുരം ഇത് എൻട്രൻസ് ആണിത്. അപ്പം ഭയങ്കര കാറ്റും തണുപ്പും ഊട്ടിയിൽ പോയ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 4 പേരും ഇന്ന് റാണിപുരം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നെക്സ്റ്റ് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തു. അതിനുശേഷം നമ്മൾ റാണിപുരം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ പോകുന്നു. ഓക്കെ. ഫുള്ള് കാടും നല്ല ഓക്സിജനും നല്ല തണുപ്പും നല്ല വൈബാണ്. അപ്പം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ്. എന്ത് രസാ, ഭയങ്കര തണുപ്പാണ് അവിടെ. ഇപ്പം നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്നാക്സ് ഒന്നും എടുക്കാൻ വിട്ടില്ല, നമ്മൾ സ്നാക്സൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു പ്ലാസ്റ്റിക് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചു. അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, നമ്മൾ റീൽസ് എടുത്തു. അങ്ങനെ ആ 1 ഡേ ഒരു ദിവസം നമ്മൾ ആസ്വദിച്ചു. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം, എൻജോയ് ചെയ്യാം. അപ്പം നമ്മൾ കണ്ണൂർ കോടതിയിൽ വെച്ചിട്ട് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്ന്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചതാണ്. നമുക്ക് എവിടെ പോകണമെന്ന് കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഇതുണ്ടായത് റാണിപുരം, സെക്കൻഡ് ബേക്കൽ ഫോർട്ട്, അല്ലെങ്കിൽ തേർഡ് പാലക്കയം തട്ട്. അപ്പോൾ നമ്മൾ റാണിപുരം ചൂസ് ചെയ്തു. നെക്സ്റ്റ് ട്രിപ്പ് നമ്മൾ കാശ്മീർ പോകാനാണ് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. നെക്സ്റ്റ് വീഡിയോ നമുക്ക് 3 പേർക്കും ചിലപ്പോൾ 4 പേർക്കും നമുക്ക് കാശ്മീരിൽ വെച്ച് കാണാം. അപ്പം നമ്മൾ മുകളിൽ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പം ചെറിയൊരു മഴ വന്നു. അപ്പം നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ട് തിരിച്ചു വന്നു. അപ്പം കയറ്റം കയറി തിരിച്ച് ഇറങ്ങിയതിന് ശേഷം ടയേർഡായി.
അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാം, വെള്ളം കുടിക്കാം, കുറേ ഫോട്ടോസ് എടുക്കാം. അപ്പം നമ്മളിതാ അതിൽ ഒരു ഫോട്ടോസ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസാണിത്. നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തായിരുന്നു, പക്ഷെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി തോന്നിയ ഫോട്ടോസായിരുന്നു ഇത്. പിന്നെ ഇതിലെ തിരിച്ചു വരുമ്പോൾ ഫുൾ വെള്ളം, കുഞ്ഞ് അരുവി കണക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിലൊക്കെ നമ്മൾ കാലൊക്കെ കഴുകി നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണ്. പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ വിടാത്തത് പോലെ തന്നെ ഒന്നും പ്ലാസ്റ്റിക്കോ ഒന്നുമില്ല. അതുകൊണ്ട് നേച്ചറായി തന്നെയുണ്ട്. നല്ല തണുത്ത വെള്ളം. അപ്പം നമ്മൾ ഉച്ചക്ക് ബിരിയാണി ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ ബിരിയാണി നമുക്ക് കൊണ്ടു തന്നു. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് കഴിക്കുമെന്ന് കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന്. അപ്പോൾ നമുക്ക് സൗകര്യം ഒരുക്കി തന്നു അവർ. അപ്പോൾ നമ്മൾ താങ്ക് യു എല്ലാം പറഞ്ഞ് നമ്മൾ ഇനി നേരെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ടേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഹെൽപ്ഫുള്ളായിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് അവർ പറഞ്ഞില്ലേ. അപ്പം താങ്ക് യു ഒന്നും കൂടി. പിന്നെ നമ്മളിനി ഗ്ലാസ് ബ്രിഡ്ജിലോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ജീപ്പിൽ പോവാം, അല്ലെങ്കിൽ ഓട്ടോയിൽ പോവാം. നമ്മൾ ഒരു ഫാമിലി ഡ്രോപ്പ് ചെയ്തു. കാരണം നമ്മൾ മല കയറിയപ്പോൾ അവരുടെ കൂടെ സംസാരിച്ച് നമ്മൾ കമ്പനി ആയതിനു ശേഷം അവർ പറഞ്ഞു നമ്മൾ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ കാറിൽ അവർ ഡ്രോപ്പ് ചെയ്തു. ഇവിടുന്ന് 7 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്നും മനസ്സിലായിട്ടാണ് കാറിൽ പോയപ്പോൾ. അപ്പോൾ നമ്മൾ ബായ് പറഞ്ഞു റാണിപുരത്തിനോട്. ബായ്, നെക്സ്റ്റ് നമ്മൾ ഒന്നും കൂടി വരുന്നതായിരിക്കും. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു അവിടുത്തെ വ്യൂസും പിന്നെ അവിടുത്തെ പീപ്പിളും എല്ലാവരും. അപ്പം നമ്മൾ റാണിപുരം ബായ് പറഞ്ഞ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലോട്ടേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു പള്ളി കണ്ടു ഞാൻ. അത് നല്ല ഭംഗിയായിരുന്നു. ഫുള്ള് നേച്ചറാണ്. ഫുള്ള് അങ്ങനെ സൗണ്ട് പൊല്യൂഷനോ ഒന്നുമില്ലാണ്ട് ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് ഒരു സമാധാനം കിട്ടുന്ന പ്ലേസ്. അപ്പം ഗ്ലാസ് ബ്രിഡ്ജ് ഞാനിങ്ങനെ ഫോട്ടോസിലും വീഡിയോസിലും കണ്ടതേ ഇല്ലു. ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ 4 പേരും ആദ്യമായിട്ടാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആദ്യം പേടിയാവുമെന്ന്. പക്ഷെ പേടിയൊന്നുമില്ല, ടെൻഷനൊന്നുമില്ല. പിന്നെ നമ്മൾ അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് നമുക്കിനി 4:55 ഒരു ഡയറക്റ്റ് കാഞ്ഞങ്ങാട് KSRTC ഉണ്ട്. അപ്പം അതിന് നമുക്ക് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വെയിറ്റിംഗ് ആണ് നമ്മളെ കാഞ്ഞങ്ങാട് KSRTC ബസ്സിന്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ഇനി കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഒരു കണ്ണൂർ TT ഒക്കെ എടുത്ത് നമുക്ക് ഇവിടെ പോകണം, നമ്മളെ വീട്ടിലെത്തണം. അപ്പോൾ ക്ഷീണിച്ചു. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബായ്.